ഹലോ, അസ്സലാമു അലൈക്കും. ഇസ്ലാം ഡ്യൂട്ടിയിലാ? അല്ലല്ല, പറഞ്ഞോളൂ. നിങ്ങൾ ഏത് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെ? നിങ്ങൾ ഏത് ഫീൽഡാണ് ജോലി നോക്കുന്നതെന്ന് ചോദിച്ചാ. ഞാൻ അഫ്ലൈറ്റ് മാർക്കറ്റിംഗ് ആണ്. ഏ അഫ്ലൈറ്റ് മാർക്കറ്റിംഗ്. അഫ്ലൈറ്റ് ഏതാ ഫീൽഡ്? ഇലക്ട്രിക്കലാ? എന്താ? അഫ്ലൈറ്റ് മാർക്കറ്റ് പറഞ്ഞാല് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ ഉം. ഏത് സാധനം കൊണ്ട് കൊടുക്കുകയാണോ എന്നാ ഉദ്ദേശം? സാധനം കൊണ്ട് കൊടുക്കലും ഉണ്ട്. എന്ത് എന്ത് നിങ്ങളെ ആവശ്യമുണ്ട്? അതിന് എന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങൾ റെയിൽ കണ്ടിരുന്നു, അതുകൊണ്ട് ചോദിക്കാൻ വേണ്ടി വിളിക്കാണ്ട്. ഫ്രീ ആണ് എപ്പോഴാണ് ടൈം? അധ്യാപകൻ എന്തെങ്കിലും ആണെങ്കിൽ ഡ്യൂട്ടി സമയത്താണെങ്കിൽ നടക്കൂലെന്ന് വെച്ചിട്ടാണ്. ഈ രണ്ടാം ശനിയാഴ്ച അധ്യാപകരൊക്കെ വീട്ടിലായിരിക്കും. നിങ്ങൾ പറഞ്ഞോളി. ഇന്നിപ്പോ രണ്ടാം ശനിയാ അല്ലേ? ഞങ്ങളോടൊക്കെ രണ്ടാം ശനി. ഞങ്ങളവിടെ എത്ര? ഇവിടെ ഇപ്പൊ ശനിയാഴ്ച രണ്ടാം ശനിയാണോ നോക്കേണ്ടി വരും ചിലപ്പോ. ആ നമ്പർ രണ്ടാം ശനിയാ. ഓക്കെ. അപ്പൊ അധ്യാപകരാണെന്നുള്ളത് മനസ്സിലായില്ലേ? മനസ്സിലാക്കാം. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണ്ട. നിങ്ങൾ ആവശ്യം എന്താണ് അത് പറയും. ഞാൻ എന്താണ് എന്നുള്ളത് വലിയൊരു അല്ല, ഞാൻ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് ടൈമിംഗ് ആണല്ലേ സംസാരിക്കാൻ. ഞാനൊരു 5 മണിക്കൂർ സംസാരിക്കേണ്ടി വരുമോ? അതൊന്നും വേണ്ട. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കുകയും. ഇല്ല, നിങ്ങളെ സംസാരിക്കൽ കോമൺ മെന്റാലിറ്റിയിൽ അങ്ങനെ കുറച്ച് സംസാരിക്കണം തോന്നിയിട്ടാണ്, വേറൊന്നുമില്ല. നിങ്ങൾ സംസാരിച്ചോ. എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറില്ല. നിങ്ങൾ സംസാരിച്ചോ. ഓക്കെ, താങ്ക് യു. പിന്നെ എന്റെ പേര് ബഷീർ. ബഷീർ? യെസ്. എവിടുന്നാ വിളിക്കണേ? ഞാൻ നരിക്കുനി എന്ന് പറയും, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്ത്. നരിക്കുനി കേട്ടിട്ടുണ്ട്. അപ്പോ എന്താ വിശേഷം? അൽഹംദുലില്ലാ, റാഹത്താണ്. അപ്പം 20 രൂപ മോനെ എടുത്തെടുക്കാൻ വരാം. ഞാൻ ഷോപ്പിലായതുകൊണ്ട് എപ്പോഴും ഏത് നിമിഷവും കട്ടാവും, അതുകൊണ്ട് വിളിച്ച. അതുകൊണ്ട് ചോദിക്കാം. പിന്നെ ആണെങ്കിൽ വൈകുന്നേരം വാ. പിന്നെന്താ ഇപ്പൊ ചോദിച്ചാ തുടങ്ങിയോ? അപ്പോ എന്താ പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ ഒരു ഇസ്ലാം മതത്തിൽ ഇപ്പം സുന്നിന്റെയും മുജാഹിദിന്റെയും എപ്പിന്റെയും ഇക്കന്റെ ഒരുപാട് വിഭാഗം ഉണ്ടല്ലോ. ജമാഅത്ത്. അതിൽ നമ്മളെ ഒരു ഏതൊന്ന് നമുക്ക് മെയിൻ ആയിട്ടാണ് നല്ലതെന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയ നിങ്ങളെ കാഴ്ചപ്പാടിൽ ഏതാണുള്ളത്? മുസ്ലിം ആരാണോ നോക്കുക, അവരുടെ ജമാഅത്തിന്റെ ഒപ്പം തുടരാൻ കഴിയുമെങ്കിൽ തുടരുക, ഇല്ലെങ്കിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് മുറുകെ പിടിച്ച് ജീവിക്കുക. തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇതിൽ ഒന്നിനെയും ഈ ലെറ്റർ പേഡും സീലും ABCDEFG ആയിട്ട് നടക്കുന്ന ഒന്നിലും എനിക്ക് വിശ്വാസമല്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ദീനാണ്. അന്ന് എല്ലാരും പറയുന്നതിനാണല്ലോ. അല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നദ്ദീൻ ഇൻദല്ലാഹി സമസ്ത എന്ന് പറയുന്ന ആളുകൾ അടക്കപ്പുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത. മറുമൗലിയര് പറഞ്ഞാണ്. നമ്മൾ പ്രാർത്ഥന നമ്മൾ സ്വർഗത്ത് കടത്തണം എന്നല്ല, നമ്മളെ മുഖ്യ പ്രാർത്ഥന സ്വർഗത്ത് കടത്തണം എന്നല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും കുത്ബി ഉസ്താദിന്റെയും ചാലിലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെയും അങ്ങനെ ഇവിടെ നേതൃത്വം കൊടുത്ത ഈ മഹാന്മാരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണം എന്നാണ് നമ്മൾ ദ്വാരക്കുന്ന അർത്ഥറിയോ? നമ്മൾ അറിയണം. അവരെ വഴിയിൽ ചേർക്കണം എന്നാ. എന്താ അവരെ വഴി? അവരെ വഴി നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമസ്തയാണ്. അവർ കെട്ടിപ്പടുത്ത വഴി നമുക്ക് മുമ്പിൽ വഴി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. വെറുതെ പോയതല്ല അവര്. അമ്പിയാക്കന്മാരുടെ വഴി എന്ന് പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണെങ്കിൽ അതിന് നമ്മുടെ മുമ്പിൽ അതിന് പരിഭാഷ ഇന്നദ്ദീന സമസ്ത എന്നാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത, അതാണ് നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷ. അതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണെങ്കിൽ അതിന് നമ്മുടെ മുമ്പിൽ അതിന് പരിഭാഷ ഇന്നദ്ദീന സമസ്ത എന്നാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത, അതാണ് നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷ. അതാണ്. അപ്പോ റസൂലുള്ള സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു ഇസ്ലാമുണ്ട്. അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും അതുപോലെ തന്നെ ലെറ്റർ പേഡും സീലും കൂടിയും ഒന്നുമില്ല. ആ ഇസ്ലാം അതേപോലെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞേക്കുന്നത് ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാൾ ഉത്തമൻ ആരാണെന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ ഞാൻ മുസ്ലിമാണ്.
ഉം. അങ്ങനെ പറഞ്ഞ് ജീവിക്കുക. പിന്നെ സംഘടനയായിട്ട് കൂടി ചേർന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. സംഘടനയുടെ ഒപ്പം പോകുക. അതേത് സംഘടന സ്വയം തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. ഈ ഞാനൊരു മുസ്ലിം ഏഹ് മുസ്ലിം എന്ന വാക്കിനുള്ള അർത്ഥം എന്താ മലയാളം? മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിൽ അതിന് പലരും പല അർത്ഥങ്ങൾ പറയാറുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവൻ ഇവിടില്ല എന്നുള്ളതാണ്. ഇവിടില്ല. മുസ്ലിം എന്ന് പറഞ്ഞാലേ ഉം. അള്ളാനെ അനുസരിക്കുന്നവൻ. അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സന്തോഷ പിന്നെ ഘട്ടത്തിലും. ഇതിൽ വരുന്ന ചെറിയ സംശയം എന്ന് വെച്ചാല്, ഇപ്പം നമുക്ക് ജീവിക്കാനുള്ളത് ലോകാവസാനം വരെ മാതൃകാ പുരുഷനായ അന്ത്യപ്രവാചകൻ കാണിച്ചു തന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചരിത്രം. അപ്പോ ചിലര് അങ്ങനെയല്ല, നാട്ടിലൊരു സംശയം ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ ജനങ്ങൾ ഉണ്ടാവില്ല. കാരണം ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരേ റൂൾസ് നടപ്പാക്കാൻ പറ്റിയെങ്കിൽ 4 വിവാഹം കഴിച്ചോളിയെന്ന്. പ്രവാചകൻ 4ലധികം വിവാഹം കഴിച്ചു എന്നും പറയുന്നുണ്ട്. സത്യമാണത് അല്ലേ? പ്രവാചകൻ 11ഓളം വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അതിലെ പൊരുളെന്താണ്? പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യന്, അതായത് ഞാനൊരു നിരീശ്വരവാദി അല്ലായിട്ട് കോമൺ മെന്റാലിറ്റി അറിയാൻ വേണ്ടിയിട്ടാട്ടോ ചോദിക്കുന്നത്. അല്ല, നിരീശ്വരവാദിയാണ് വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു കോമൺ ആയി ചോദിക്കാം. കാരണം നമ്മൾ ഓപ്പൺ സംസാരിക്കുന്നോണ്ട് ചോദിക്കാം. പിന്നെ ശൈശവവിവാഹം നിർത്തിയത് ഇസ്ലാം മതത്തിൽ കൂടിയാണ്. അതിലെ നേതൃത്വം കൊടുത്ത അന്ത്യപ്രവാചകനാണെന്ന് പറയുമ്പോ, പ്രവാചകൻ 54-ാമത്തെ വയസ്സിൽ 9 വയസ്സായ ആയിഷനെ കല്യാണം കഴിച്ചു എന്നുള്ള സത്യമുണ്ട്. പിന്നെ 25-ാമത്തെ വയസ്സിൽ ഖദീജനെ കിട്ടിയെന്നുള്ള ചരിത്രമുണ്ട്. 40 തന്നെക്കാൾ പ്രായത്തിൽ മുഖത്തെ. അപ്പൊ നിങ്ങൾ കണ്ടൊരു ഇസ്ലാം മതത്തില് ഇതിനൊക്കെ നമുക്ക് ഒരാൾ ചോദിക്കുമ്പോ കൊടുക്കാനുള്ള പൊരുൾ എന്താ? മറുപടി എന്താ? ഞാൻ കണ്ട ഇസ്ലാം മതത്തിൽ ഈ കല്യാണം കഴിക്കല് ആ ഒരു വിഷയമല്ല എന്നുള്ളത് ആദ്യമേ പറയാം. എങ്കിലും ഈ ചോദിച്ച വിഷയത്തെ കുറിച്ച് പറയുമ്പോ, പറഞ്ഞോളൂ. പ്രവാചകൻ വിവാഹം കഴിച്ചത് ആദ്യത്തെ ഒരു വിവാഹം മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ദാമ്പത്യ ബന്ധം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി വിവാഹം കഴിച്ചിട്ടുള്ളത്. അതിന്റെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 15 വയസ്സ് വ്യത്യാസം, അതും 15 വയസ്സ് കൂടുതലുള്ള ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന ഖദീജ ബിൻത് ഖുവൈലിദിനെയാണ് കല്യാണം കഴിച്ചത്. അവരുടെ ദാമ്പത്യത്തിലാണ് റസൂലുള്ളാഹിക്ക് ഒരു കുട്ടിയല്ലാത്ത എല്ലാ മക്കളും ഉണ്ടായിട്ടുള്ളതും. പിന്നീട് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം മറ്റു പല വിവാഹങ്ങളും കഴിക്കുന്നത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ ആളുകൾക്ക് നൽകുന്ന, അതായത് അവരുടെ ജീവിതത്തില് സംരക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തിലാണ്. പിന്നെ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇന്നും 6 വയസ്സ് 9 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് 6 വയസ്സിൽ നിക്കാഹ് ചെയ്തെന്നും 9 വയസ്സിലാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതുള്ളൂ. ഈ മുഹമ്മദ് നബി ഒരു അറബ് വംശജനായിരുന്നു. അറബ് വംശജർക്ക് അന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ് സദീഖുകള്, അതായത് കൂട്ടുകാര് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം അന്നത്തെ കാലത്തുണ്ട്. പ്രവാചകന്റെ ഒരു സുഹൃത്ത് കൂടിയാണ്, അടുത്ത സന്തത സഹചാരിയൊക്കെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആണ് ആ ഒരു സംഭവം നടന്നത്. ഇനി അത് 1400 കൊല്ലം മുമ്പേ നടന്നതാണ്. 1400 കൊല്ലം മുമ്പ് നടന്നൊരു കാര്യമാണത്. അന്നത്തെ കാലത്ത് അത് സർവ്വസാധാരണമായിരുന്നു. ഇന്ന് ഈ പുരോഗമന ഈ കാലഘട്ടത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ 100 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പേ നമ്മുടെ രാഷ്ട്രപിതാവ് കസ്തൂർബനെ കല്യാണം കഴിച്ച ഏത് പ്രായത്തിലാ? അപ്പോ ഈ ആധുനിക കാലഘട്ടത്തിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും അത് കാണുന്നില്ല. അത് അവരുടെ ഒരു ആചാരമായിട്ടോ അവരുടെ ഒരു റൈറ്റ്സ് ആയിട്ടോ ഒക്കെ ആളുകൾ അത് മറക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ 1400 വർഷം മുമ്പ് അന്നത്തെ നാട്ടാചാരമോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണത്. പിന്നെ ഈ 18 വയസ്സ് വിവാഹപ്രായം എന്നുള്ളത് അതും ഇതൊക്കെ നിയമങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കുന്നതല്ലേ. അന്നത്തെ കാലത്ത് അന്നത്തെ മനുഷ്യർക്ക് അത് ആ ഒരു നിയമമല്ല. അത് മാനവികത എന്നുള്ള ഒരു വിഷയത്തെ തൊട്ട് പല ആളുകളും ഇപ്പൊ ഈ എത്തിസ്റ്റുകളും എക്സ്പയർ മുസ്ലിങ്ങളും ഒക്കെ പറയാറുണ്ട്. അതിലൊന്നും കഥയില്ല. അല്ല, അപ്പം ഖുർആനാണ് നബിയുടെ ചര്യ, ഖുർആനാണ് നബി പിന്തുടർന്നതെന്ന് പറയുമ്പോ അപ്പൊ ഖുർആൻ 4 വിവാഹം കഴിച്ചോളാൻ പറയുമ്പം പ്രവാചകൻ 11 വിവാഹം കഴിച്ചു എന്ന് പറയുമ്പം അതുപോലെ 7-ാമത്തെ വയസ്സില് പിന്നെ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സാണ് നിസ്കരിച്ചെങ്കിൽ അടിക്കണമെന്ന് പറയുന്നത്. പ്രവാചകൻ 48-ാമത്തെ വയസ്സിലാണ് നിസ്കാരം തുടങ്ങിയതെന്ന് പറയുന്നുണ്ട് ഇല്ലേ? അപ്പൊ പ്രവാചകൻ മാത്രം ഒരു റൂൾസ് ആണോ അല്ലെങ്കിൽ
എല്ലാവർക്കും റൂൾസ് ആണ്. കാരണം ഇത് ഒന്നും രണ്ട് ദിവസത്തേക്കുള്ള ലോകാവസാനം വരെയുള്ള മാതൃകാ പുരുഷനില് ഉം, എന്തെങ്കിലും മാതൃക നമ്മൾ ഉണ്ടെങ്കിലല്ലേ നമ്മൾ മാതൃക പിന്തുടരാൻ പറ്റുള്ളൂ. ഉം. അല്ലേ? അതെ. നിങ്ങൾ പറഞ്ഞ എത്തിസ്റ്റോ അല്ലെങ്കിൽ കസ്തൂർബാ ഗാന്ധിയോ വേറെ ആരും അല്ലല്ലോ നമ്മൾ അന്ത്യപ്രവാചകനെ. ഉം, ഉം. ഒരു സമുദായത്തിന് നേതാവാണല്ലോ. അതെ. അപ്പോ നമ്മള് അവരെ ഫോളോ ചെയ്ത് ജീവിക്കുമ്പോ ഉം, അവര് ഈ ഗ്രന്ഥം കൊണ്ടുവന്ന് ദൈവത്തിങ്കലാണ് എന്നോട് വരെ മുഖം ചുളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ഉം. അത്രയും ഞാന് പിന്നെ എന്താ പറഞ്ഞ നിമത്തെ കൂലൂന മാലാത്തവരും നിനക്ക് ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ പറ്റാതെ നീ മിണ്ടരുത് മറ്റുള്ള പറയുമ്പോ ഉം. അല്ലേ? അതെ. അപ്പോ നീ കണ്ണാമ്പുട്ടിയോട് നീ മുഖം ചൊളിക്കരുത് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന് പറയുമ്പോ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ജീവിതം കീപ്പ് ചെയ്തെന്ന് പ്രവാചകൻ അവകാശപ്പെടുമ്പോ അവൻ അവകാശപ്പെട്ടുള്ളത് സത്യ അതെ. അല്ലേ? ഉം. അപ്പോ ഇതെങ്ങനെ നമ്മള് നിങ്ങളെ കാഴ്ചപ്പാടിൽ ഉൾക്കൊള്ളും? നിങ്ങളിപ്പോ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചതിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് കുറെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും വിട്ടുപോയാല് ഓർമ്മിപ്പിക്കുന്നുണ്ടോ? അതായത് 4 വിവാഹം എന്നുള്ള ആ ഒരു കാര്യം 4 വിവാഹം കഴിച്ചോളാനല്ല പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതെ, അതൊക്കെ അല്ല, അതൊന്ന് പൂർത്തിയാക്കട്ടെ. 4 വിവാഹം കഴിക്കുവാൻ അനുവാദം നൽകിയപ്പോ തന്നെ ഒരു വിവാഹമാണ് നല്ലത് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് കേവലം നൽകുന്നത്. എന്നാൽ 4 വിവാഹം വരെ ആവാം എന്ന് പറയുന്നത് അത് സാഹചര്യത്തിനനുസരിച്ച് അതിൽ തന്നെ പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ 11 കഴിച്ചാൽ 1 കല്യാണം കഴിച്ചുള്ളൂ എന്നുള്ളതും ചരിത്രം പിന്നെ തുടർന്നോളൂ. അപ്പോ ഈ 4 വിവാഹം എന്നുള്ളത് അന്നത്തെ കാലത്ത് പോരാട്ടങ്ങളൊക്കെ നടക്കുമ്പോ വിധവകള് നിരവധി ഉണ്ടാവും. അവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ള നിലയ്ക്ക് ഇന്നും ഒരു സന്തോഷപ്രദമായിട്ടൊരു കുടുംബജീവിതം നയിക്കുന്ന ഒരാള് വിധവകൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിലും നമുക്ക് തിന്നാൻ കൊടുക്കാം, അവർക്ക് വീട് വെച്ചു കൊടുക്കാം, അവരുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷെ ആ ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാം നമുക്ക് നൽകാൻ കഴിയില്ല. ആ സ്ത്രീയെയും മക്കളെയും കൂടി സംരക്ഷിക്കാൻ അവരെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മ്യൂച്വൽ ആയിക്കൊണ്ട്, അതായത് ഈ കഴിക്കാൻ പോകുന്ന ആളുടെ ഭാര്യയുമായിട്ട് ഉഭയകക്ഷി ആ ഒരു സമ്മതത്തോടെയൊക്കെ ആണ് എങ്കിൽ ഒരു കുഴപ്പമില്ല. സമൂഹത്തിൽ അത് നടക്കേണ്ടതാണ്. കാര്യം ആ സ്ത്രീക്ക് വന്നു പോയേക്കാവുന്ന എന്തെങ്കിലും തെറ്റുകള് അത് നമ്മള് നല്ലൊരു ചിന്തയോടുക്കനെ ഒഴിവാക്കിയെടുക്കാം. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡ് വൈഫ്, മറ്റേ തേർഡ് വൈഫ്, പിന്നെ ഫോർത്ത് എന്നുള്ളതല്ലാതെ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുവാൻ കഴിയുമെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ ഇസ്ലാം മതക്കാരായാലും നമ്മളടക്കമുള്ള സമൂഹത്തില് ഒരാള് 2ാം ഭാര്യ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തന്നെ ഒരു കുറവുള്ള സംഗതിയാ. അയാൾ 2 എല്ലാം കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ 2ാം ഭാര്യയാണെന്ന് പറയുന്നത് ഒരു കുറവുള്ള സംഗതിയാ. എന്ന് കരുതിയിട്ട് സൗദി അറേബ്യയിലും ഒക്കെ ഞാൻ നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് 2 വിവാഹം കഴിച്ച ആള് 2ാം ഭാര്യ പറയുന്നുണ്ട് ഞാന് 4ാമത്തെ ഭാര്യയാണ് അല്ലെ 3ാമത്തെ ഭാര്യ എന്ന് പറഞ്ഞിട്ട്, അതായത് 3 ഭാര്യക്കും 3 പെണ്ണിനും 4 പെണ്ണിനൊക്കെ മഹർ കൊടുക്കാൻ കെൽപ്പുള്ളവനാണ് എന്റെ ഭർത്താവ് എന്നിട്ട് ഭർത്താവിന് പൊക്കി പറയാൻ വേണ്ടിയിട്ട് പദവി കൂട്ടി പറയുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരും ഇസ്ലാം മതമാണ് വിശ്വസിക്കുന്നത്. അപ്പോ എന്താ അതിനൊക്കെ നമ്മൾ കണക്ക് നമ്മൾ മുസ്ലിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ഇസ്ലാമിന്റെ പേരിലേക്ക് വെച്ച് കെട്ടാൻ പാടില്ല. മൻസല്ല സലാത്തന മന്നാക്കല ലബയാത്തന എന്നൊക്കെ പറഞ്ഞ ഒരു നിലപാടുണ്ട്. അത് ഇസ്ലാം കാര്യം 5ഉം അനുസരിക്കുന്ന ആളുകളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അംഗീകരിക്കും, നമ്മൾ മുസ്ലിമായിട്ട് പരിഗണിക്കും. എന്നാൽ അവരെല്ലാം 100% ഇസ്ലാം അനുസരിച്ചാണ് എന്നുള്ളത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ പറഞ്ഞ ഒരു സാഹചര്യം ഞാനും കണ്ടിട്ടുണ്ട്. 4 ഭാര്യമാരൊക്കെ ഉള്ള അറബികളെ, അതായത് അവർക്ക് വേറെ പണിയും തൊഴിലൊന്നുമില്ല, അവർക്ക് പോരിശ കാണിക്കുവാൻ വേണ്ടി അങ്ങനെ കഴിക്കാറുണ്ട്. കഴിക്കാത്തവരും കഴിച്ചെന്ന് പറയുന്നുണ്ടതാ. അപ്പൊ ആ ഒരു പദവിയായിട്ടാണ് ഓരോ എടുക്കുന്നത്. കാരണം 4 ഭാര്യയുള്ള ഒരാള്, അതായത് അയാൾക്ക് അത്രയും ത്രാണി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് പറഞ്ഞു. അത് എല്ലാ മുസ്ലിം നാമധാരികളും ചെയ്യുന്നത് മുഴുവൻ ഇസ്ലാമിന്റെ കുറ്റമല്ല എന്നാ പറഞ്ഞു വന്നത്. പിന്നെ ആദ്യ ഭാര്യയ്ക്ക് ഒരു പ്രയോറിറ്റി കൂടുതലും, അല്ലെങ്കിൽ 2ാം ഭാര്യ എന്നുള്ളത് ചിഹ്നപീടി എന്നുള്ള പ്രയോഗം അത് നമ്മുടെ അയൽ സംസ്ഥാനത്തിലൊക്കെ ഉള്ളതാണ്. ആ ഒരു സംഭവം ഇസ്ലാം 2 കല്യാണം കഴിക്കണം എന്ന് കഴിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു. ഇതിനി ഞാനിവിടെ പറയുന്നത് ഒരാൾ 4 കല്യാണം കഴിക്കുക അല്ലെങ്കിൽ 2 കല്യാണം കഴിക്കുക അതിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് നല്ലതെന്ന് പറയല്ല ചെയ്യുന്നത്. അത് അനുവാദം നൽകിയിട്ടുണ്ട്, അതിന് മാനദണ്ഡങ്ങളുണ്ട്.
ഓക്കെ. അത്രേ ഉള്ളൂ. പിന്നെ പ്രവാചകൻ ചെയ്തതല്ലേ നമുക്ക് മാതൃക എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചത്. പ്രവാചകൻ ചെയ്യുന്ന 1400 വർഷം മുമ്പേയുള്ള ചില കാര്യങ്ങള് ഇന്നത്തെ ഈ ആധുനിക നൂറ്റാണ്ടില് നമുക്ക് ഈ 2025 21-ാം നൂറ്റാണ്ടും കഴിഞ്ഞ് 2025 നിൽക്കുമ്പോൾ നമുക്ക് പലതും അന്നത്തെ സാഹചര്യവുമായിട്ട്, ഇപ്പോ അന്നത്തെ ജീവിത രീതിയോ ശൈലിയോ അല്ല അന്ന് അവിടെയുള്ള അറേബ്യൻ സമൂഹത്തിന്റെ ആ ഒരു ജീവിത നിലവാരമല്ല നമുക്ക് ഇന്ന് ഇവിടെ ഉള്ളത്, ഇന്ന് അതേ അറേബ്യൻ സമൂഹത്തിലുള്ളതും. അപ്പൊ അതൊന്ന് എങ്കിലും ആ വ്യക്തിത്വത്തെ പറ്റി പറഞ്ഞത് ഈ സമൂഹത്തിനും അല്ലെങ്കിൽ 2025 ഇനി വരാനുള്ള തലമുറക്കും ലോകാവസാനം വരെയുള്ള മാതൃകയാണ് ആ ജീവിതം എന്ന് പറയുന്നുണ്ടല്ലോ, തീർത്ത് പറയണ്ടല്ലോ ഖുർആന്. അപ്പൊ ഇനി വരുന്ന തലമുറ ഇതിലേക്കാണ് വഷളായാലും നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് മാതൃക അതാണ് എന്ന് പറയുമ്പോ അത് എന്തൊക്കെയാണ് ആ മാതൃക എന്നുള്ളത് വ്യക്തമായിട്ട് പ്രവാചകനെ മാതൃകയാക്കേണ്ടത് എന്ത് കാര്യത്തിലൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവാചകൻ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ 24 മണിക്കൂർ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നമുക്ക് ചെയ്യാൻ പാടില്ല, ഹറാമാണ്. പ്രവാചകന് തഹജ്ജുദ് നമസ്കാരം നിർബന്ധമായിരുന്നു, നമുക്ക് നിർബന്ധമല്ല, സുന്നത്ത് മാത്രമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ കാലം എന്ന് പറഞ്ഞാൽ 1500 കൊല്ലത്തിനടുത്ത് 1400 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ ജീവിതം എന്നുള്ളത് അത് അതേപടി നമുക്ക് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല, അനുവർത്തിക്കാൻ കഴിയില്ല. പിന്നെന്തെന്നറിയോ, കുറ്റപ്പെടുത്തലിന് വേണ്ടിയിട്ടൊക്കെ, ഇപ്പോ ഞാൻ ഒരു മുസ്ലിമാണ്, ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്, ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഇവിടെയുള്ള നിയമവ്യവസ്ഥകൾ, ഒരു പൗരന് നൽകുന്ന റൈറ്റ്സ് എന്താണോ, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ എന്താണോ, അതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകാൻ ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, അത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല. അപ്പം പ്രവാചകന് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എഴുത്തും വായനയും ഉണ്ടായിരുന്നോ? എഴുത്തും വായനയും പഠിച്ച ആളായിരുന്നു പ്രവാചകൻ? പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഉമ്മിയായ പ്രവാചകൻ എന്നാണ്. അതായത് ഉമ്മിയായ പ്രവാചകൻ, ഉമ്മിയാണെന്നാണ് പറഞ്ഞത്. ആ വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നിരക്ഷരനാണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്, ഒന്ന് മക്കാരനാണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഉമ്മി. അപ്പോ ആ അർത്ഥം ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് നിരക്ഷരനായ പ്രവാചകൻ എന്നാണ്. നിരക്ഷരനായ പ്രവാചകൻ എന്ന് പണ്ഡിതന്മാര് അല്ലെങ്കിൽ മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിക്കുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രവാചകന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിന്റെ ദൈവീകത അത് കൂടുതൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നിരക്ഷരനായ ഒരു പ്രവാചകനിലൂടെയാണ് അത് വന്ന് എന്ന് അറിയിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ എന്നുള്ളതാണ് നിരക്ഷരനായ പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവാചകൻ എഴുതിയതായിട്ടോ അല്ലെങ്കിൽ വായിച്ചതായിട്ടോ എവിടെയും ഒരു ചരിത്രങ്ങളിലോ ഹദീസ് ഗ്രന്ഥങ്ങളിലോ കാണാൻ കഴിയില്ല. പ്രവാചകൻ എഴുതുകയോ വായിക്കുകയോ ചെയ്തതായിട്ട് എവിടെയും കാണാൻ കഴിയില്ല. പിന്നെ പ്രവാചകൻ എന്തെങ്കിലും എഴുത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും ഭരണത്തലവന്മാർക്കൊക്കെ അയക്കുന്ന സമയത്ത് ആരെങ്കിലും എഴുതുന്ന ലെറ്ററിന് ചോട്ടില് പ്രവാചകന്റെ ഒരു മോതിരമുണ്ട്. പ്രവാചകന്റെ ഒരു മോതിരമുണ്ട്. ആ മോതിരം ഒരു സിഗ്നേച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സീലായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ഹുദൈബിയ സന്ധിയുടെ ആ വിഷയമൊക്കെ വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 150 ഹുദൈബിയ സന്ധി സംബന്ധമായിട്ട് അവിടെ അത് എഴുതി ഒപ്പുവെക്കുന്നുണ്ട്. ഇതേ സാഹിബ്, ഇതെന്താ സംഭവം എന്നറിയോ? ഇസ്ലാം എന്ന് പറഞ്ഞാല് മറ്റു ഇതര മതങ്ങളെ പോലെ ഒരു മതമാണ്, കുറെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളും ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകള് ഇതിനെ കൂടുതൽ വികൃതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റു ചില ആളുകള് ആ മുസ്ലിം നാമധാരികളുടെ ആ പ്രവർത്തനങ്ങളെ എടുത്തുകൊണ്ടാണ് ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്നുള്ളത് ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ഒരു ഇപ്പോ ഏറ്റവും പുരാതനമായ ഒരു മതം എന്ന് പറയുന്നത് ജൂതമതാണ്. പിന്നെ അതിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി വരുന്നുണ്ട്.
അങ്ങനെ ഓരോ മതങ്ങളായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഈ മതങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഒരു മതമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അത് ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഏതുവരെ എന്ന് വെച്ചാല് ഏകദൈവ അല്ല, സിദ്ധാന്തത്തിലെ ഞാൻ ചോദിക്കുന്ന അങ്ങനല്ല. പ്രവാചകൻ ആരെയും കുറ്റപ്പെടുത്താതെ പിന്നെ മറ്റു മതങ്ങളിൽ കൂടിയുള്ള നന്മകൾ ഒരുപാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്ലാം മതം ഉണ്ടാക്കിയത് എന്നുള്ള ചരിത്രമാണ് മുഹറം നോമ്പൊക്കെ, അല്ലേ? അങ്ങനെയല്ല. അത് അങ്ങനെ ഒരു മതത്തിനെ അംഗീകരിച്ചുകൊണ്ടല്ല പ്രവാചകൻ മുഹറം നോമ്പ് എടുത്തിട്ടുള്ളത്. മുഹറം നോമ്പ് എടുക്കുന്നത് അവര് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രക്ഷ അല്ലെങ്കിൽ ഫിർഔന്റെ ആ ഒരു പതനം അവര് ആചരിക്കുന്നുവെങ്കിൽ അവരെക്കാൾ കൂടുതൽ മൂസയോട് അടുത്ത് നിൽക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത്. അത് അവരുടെ മതത്തോട് സൗഹാർദ്ദം പുലർത്തിയിട്ടോ അങ്ങനെ ഒരു മതസൗഹാർദ്ദ സംഭവം അല്ല അത്. അല്ല, മതത്തിനെതിരെ ഏതെങ്കിലും പ്രവാചകൻ എപ്പോഴെങ്കിലും ആർക്കുണ്ടെങ്കിലും എന്തെങ്കിലും നെഗറ്റീവുകളായിട്ട് ഏതെങ്കിലും മതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു മതത്തെയും പ്രവാചകൻ അവഹേളിക്കുന്നില്ല. ഒരു മതത്തിന്റെ ഒരു ആരാധന മൂർത്തികളെയും അവഹേളിക്കുന്നതായിട്ട് പ്രവാചകൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രവാചകൻ മറ്റൊരു മതത്തെ അവഹേളിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ഏകദൈവ സിദ്ധാന്തം അത് പറയുമ്പോ ബഹുദൈവ ആരാധകർക്ക് അത് അലോസരം സൃഷ്ടിച്ചിരുന്നു. അത്രയേ ഉള്ളൂ അതില് ഉള്ള ഒരു കാര്യം. ഇപ്പോ പറഞ്ഞോളൂ. യഹൂദ മതം എന്ന് പറയുന്നത്, ജൂതമതം എന്ന് പറയുന്നത് അത് ഏകദൈവ വിശ്വാസമാണ്. അവര് അത് പ്രചരിപ്പിക്കുന്നില്ല. യഹൂദ മതത്തിന്റെ ഒരു പ്രത്യേകതയാണത്. അത് പ്രചരിപ്പിക്കുന്നില്ല, അതിലേക്ക് ആളെ സ്വീകരിക്കൂല. അപ്പൊ ആർക്കും അത് അലോസരം ഉണ്ടാക്കുന്നില്ല. അതൊരു ഏകദൈവ സിദ്ധാന്തം ആണെങ്കിൽ പോലും അവരാർക്കും ആ ഒരു ഇതിൽ വെറുപ്പില്ല. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് അവരത് അവരുടെ ജീവിതം, അവരുടെ മറ്റു കാര്യങ്ങൾ അവരതിങ്ങനെ പറയും. അപ്പൊ അത് ബഹുദൈവ ആരാധകർക്കോ അല്ലെങ്കിൽ മറ്റു എന്തിനെങ്കിലും ആരാധിക്കുന്നവർക്കോ അത് അലോസരം ഉണ്ടാക്കും. സർവ്വസാധാരണമാണ്. എന്നാൽ അവരുടെ ദൈവങ്ങളെ ആരെയും ഒരു മതത്തിന്റെ ദൈവത്തിനെയും അല്ലെങ്കിൽ ആരാധ്യ പുരുഷന്മാരെയോ ആരാധ്യ വസ്തുക്കളെയോ നിന്ദിക്കുവാനോ അവഹേളിക്കുവാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, എവിടെയും പഠിപ്പിക്കുന്നില്ല. ഞാൻ പഠിച്ചിട്ടുമില്ല. ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. കാരണം അള്ള പറഞ്ഞിട്ടല്ലേ ഞാൻ ആദമിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും മനുഷ്യ സമൂഹം മൊത്തം പിന്നെ ആദമിൽ നിന്നുണ്ടായതാണെന്നോ എനിക്കിഷ്ടമുള്ളവർക്ക് എനിക്ക് പുറത്തു കൊടുക്കും, ഞാൻ പുറത്തു കൊടുക്കുമെന്നും ഖുർആൻ ബാധിക്കുന്നുണ്ടല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് അള്ള പുറത്തു കൊടുക്കുമെന്ന്. അപ്പം പ്രവാചകൻ പറഞ്ഞൊരു ഒരു മിനിറ്റ്, ഇഷ്ടമുള്ളവർക്ക് എന്നല്ല, അത് ഉദ്ദേശിക്കുന്നവർക്ക്. ഉദ്ദേശം വേറെ, ഇഷ്ടം വേറെയാണ്. അള്ളാഹു ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും അയാളുടെ നന്മകൾ കാരണമായിക്കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അത്ര ഇഷ്ടമല്ല അത്. ഓക്കെ. അപ്പം പ്രവാചകൻ ഇപ്പൊ 48-ാമത്തെ വയസ്സില് ആണ് നിസ്കാരം കിട്ടിയത്. അന്ന് മുതൽ പ്രവാചകൻ 5 വക്ത് നിസ്കാരം നിസ്കരിച്ചെന്നും അത് ശരിക്കും അതിന്റെ ആ ചിട്ടയിൽ കൂടെ വന്നു. അതിന്റെ മുമ്പ് രാവിലെ 2 റക്അത്തും വൈകുന്നേരം 2 റക്അത്തായിരുന്നു മറ്റു പ്രവാചകന്മാർ നിസ്കരിച്ച പോലെ ആയിരുന്നു എന്നും ചരിത്രമുണ്ട്. അപ്പോ അന്ന് മുതലാണ് പ്രവാചകൻ നിസ്കരിക്കാൻ തുടങ്ങിയത്. അപ്പോ പ്രവാചകൻ ഖുർആൻ തീരെ ധിക്കരിച്ചിട്ടില്ലല്ലോ. ഇല്ല, പ്രവാചകൻ അനുകൂലിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പോസിറ്റീവ് എനർജിയോടുകൂടി എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രവാചകന് പ്രത്യേകം എടുത്തു പറഞ്ഞ ആദ്യം നമുക്ക് വായിക്കണമെങ്കിൽ എഴുതണമല്ലോ. എഴുതണമെങ്കിൽ നമുക്ക് പെന്ന് വേണമല്ലോ, പെന്ന പെൻസിൽ വേണമല്ലോ. അപ്പം പ്രവാചകനും അത്രയും ക്ലിയർ ആയിട്ട് ആദ്യം വായിക്കാൻ പറഞ്ഞപ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും വായിക്കാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു, കൃത്യമായിട്ട് വെളിവാക്കി പറഞ്ഞു കൊടുത്തു. പേന കൊണ്ട് എഴുതെങ്കിലും വായിക്കാം, പേന കൊണ്ട് എഴുതാൻ പഠിച്ചു സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന്. നീ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ആ വചനം. വായിക്കുക, പാരായണം ചെയ്യുക, എഴുതുക എന്നുള്ളതൊക്കെ അത് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ വായിക്കുക എന്ന് പറയുന്നത് പ്രവാചകന്റെ ഹൃദയത്തിലേക്കാണ് ആ ആയത്തുകൾ ജിബ്രീൽ എന്ന മലക്ക് മുഖേന അള്ളാഹു ഇട്ടുകൊടുക്കുന്നത്. അവിടെ ആദ്യത്തെ ഈ പരിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ഹിഫ്ളാക്കിയത് പ്രവാചകൻ തന്നെയാണ്. പ്രവാചകൻ അത് എഴുതിക്കൊണ്ടുവരികയല്ല ചെയ്തത്, വന്നിട്ടത് പാരായണം ചെയ്തു. 5 വചനത്തിന്റെ ഒരു മീനിങ് പറഞ്ഞു തരും. ഏത്? ആദ്യം ഫസ്റ്റിൽ ഇറങ്ങിയിരുന്ന 5 വചനം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ ഹലഖ്, അതല്ല. പിന്നെ ഇഖ്റ റബ്ബുക്കല്ലദീ അക്രമു
അല്ല ഇൻസാനം അല്ലെങ്കിൽ അലമല്ലേ, അത്ര വരെയല്ലേ ഉള്ളൂ. അതെ, അത് അർത്ഥം പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട്. അതായത് പ്രവാചകൻ ഏതെങ്കിലും ഒരു ബുക്കിൽ നോക്കിയിട്ട് റീഡ് ചെയ്യല്ലായിരുന്നോ? അല്ല. അവിടുന്ന് ബൈഹാർട്ടാക്കി കൊടുക്കുന്ന സാധനം പിന്നീട് അനുചരന്മാർക്ക് ഓതി കൊടുക്കും. ആ അനുചരന്മാര് അപ്പൊ തന്നെ അവിടെ ബൈഹാർട്ടാക്കുന്നവരുണ്ട്, എഴുതി വെക്കുന്നവരുണ്ട്. അതാണ് അവിടെ സംഭവിച്ചിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച അങ്ങനല്ല, ആദ്യമായിട്ട് ഇറങ്ങിയ ആ 4-5 വചനങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു മീനിങ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയില് എന്താ കാര്യം, എന്താണ് അതിന്റെ മീനിങ് പറയാന്നുള്ളതിന്റെ ഉദ്ദേശം? നിങ്ങൾ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞോളി. അല്ല, എനിക്ക് അറിയാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ. ഒരു മിനിറ്റ്. ഹലോ, എനിക്ക് തഫ്സീർ എടുക്കണം. അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. പറഞ്ഞോളി. അല്ല, ഞാനത് ചോദിച്ചതെന്തായാലും. പിന്നെ അതിന് ശേഷം ഇറങ്ങുന്നത് പിന്നെ ഖുർആൻ ഏതാന്ന് പറഞ്ഞോ? ഇതൊക്കെ മറ്റൊരു ചർച്ചയാണ്. ഖുർആൻ സംബന്ധമായിക്കൊണ്ട് മറ്റൊരു ചർച്ചയാണ്. ഇതും നിങ്ങൾ ചോദിച്ചു വന്ന പ്രവാചകന്റെ ആ ഒരു ജീവിതവും. അല്ല, ഞാൻ ചോദിച്ചു അതിനുശേഷേ പ്രവാചകൻ വീട്ടിൽ പോയെന്നും മറ്റേ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ കണ്ടു എന്നും ഖദീജ ബീവി കൊണ്ടുപോയെന്നും, അപ്പൊ തിരിച്ചു വീണ്ടും ഖദീജ ബീവി പിന്നെ നിങ്ങൾ സ്ഥിരം പോണ സ്ഥലത്ത് തന്നെ പോയിക്കോളി എന്ന് പറയുകയും ധൈര്യം കൊടുക്കുകയും ചെയ്തപ്പം ജിബ്രീല് ആകാശ ഭൂമികളുടെ ഇടയിൽ നിന്നുകൊണ്ട് അതിൽ ഒരു വലിയ രൂപത്തിൽ പറഞ്ഞു എന്നും, അന്നേരം പ്രവാചകൻ ഉണ്ടായ സിറ്റുവേഷനാണ് പറഞ്ഞതും. ഞാൻ അയ്യുൽ മുദ്ദസ്സിറെ, പേടിച്ച് വിരണ്ടവനെ എന്നുള്ള ആയത്താണ് ഓതിന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോ അത് പറഞ്ഞപ്പം പിന്നെ അത് കഴിഞ്ഞ 40-ാമത്തെ വയസ്സിലാണ്, കാലക്രമേണ ആയപ്പോൾ 48-ാമത്തെ വയസ്സിലാണ് ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായപ്പെട്ട 5 വക്ത് നിസ്കാരം കിട്ടിയെന്നും പറയുന്നത്. 5 വക്ത് നിസ്കാരം വരുന്നതൊക്കെ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. അതിന്റെ ഒരു സാഹചര്യം പറയാം. അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ സൂറത്ത് 96-ാമത്തെ സൂറത്താണ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഓതുക എന്നുള്ളതാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. രണ്ടാമത്, മനുഷ്യനെ അവൻ രക്തപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിക്കുന്നു. മൂന്നാമത്, ഓതുക നിന്റെ രക്ഷിതാവ് ഏറ്റവും ഉദാരൻ അഥവാ മാന്യനാകുന്നു. അല്ല, നിങ്ങൾ പറഞ്ഞൊരു വാക്കുകൂടെ വരുന്നുണ്ട്, പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. അതിനുശേഷം വരുന്നുണ്ട്, അതേ മനുഷ്യന് അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ ആ 5 കോമൺ ആയിട്ട് ഫസ്റ്റ് ഇറങ്ങിയത് 6 നിശ്ചയമായും മനുഷ്യൻ അതിരുവിട്ട് കളയുന്നു. 7 വിട്ട് കളയുന്നു. അവൻ അവനെ സ്വയം ധന്യനായിരിക്കുന്നുവെന്ന് കണ്ടതിനാൽ. 8 നിശ്ചയമായും നിന്റെ റബ്ബിലേക്കത്രേ മടക്കം. അത് അത്രയും വചനങ്ങള് ഈ 8-9 വചനങ്ങളൊന്നും അന്ന് ഇറങ്ങിയിട്ടുണ്ടോ? നീ കണ്ടുവോ? നിരോധിക്കുന്ന ഇല്ല. അന്ന് 5 വചനങ്ങളല്ലാതെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളില് അതിന്റെ കറക്റ്റ് ഇതുണ്ടാവും. പറഞ്ഞോളി. എന്നിട്ട് അതിലെന്താണ് അതിലെന്താണ് ആ 5 വചനങ്ങള് ഒരു കോമൺ ആയിട്ട് പറയുമ്പേ ഇങ്ങനെ തന്നെയല്ലേ? പേന കൊണ്ട് എഴുതണമെന്നല്ലേ? പേന കൊണ്ട് എഴുതണല്ലോ, അതിനാണല്ലോ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കുക, അറിയുക തന്നെയല്ലേ? അല്ലേ? അപ്പം അന്ന് പ്രവാചകനോട് 48-ാമത്തെ വയസ്സിൽ നിസ്കാരം വരുമ്പോ അന്ന് പ്രവാചകൻ നിസ്കരിച്ചു എന്നും പറയുമ്പോ, അപ്പൊ 40-ാമത്തെ വയസ്സിൽ പ്രവാചകനോട് എഴുതാനും വായിക്കാനും പേന കൊണ്ട് എഴുതാൻ പഠിച്ചിട്ടാ നീ വായിക്കുക അറിയാൻ പ്രവാചകൻ എഴുതാൻ പഠിച്ചിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നാ ചോദ്യം. 40-ാമത്തെ വയസ്സിലാണ് ഓതാൻ പറയണത്. പിന്നീട് 48 അല്ല, അതിനുശേഷം ഇസ്രാ മിഅ്റാജ് പോയതിനു ശേഷമാണ് നിസ്കാരം കിട്ടുന്നത്. ഇസ്രാ മിഅ്റാജ് പോയ അന്നാണ് ആ സമയത്താണ് കിട്ടുന്നത്. 48-ന് ശേഷമാണ്. 48-ന് ശേഷം 48-നൊക്കെ ശേഷമാണ്. അത് വഫാത്തിന് ശേഷം 52-ാം വയസ്സിലെത്തിയാണ് അത് സംഭവിക്കുന്നത്. തോന്നുന്നുണ്ട്. പിന്നെ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് എന്ന വാക്കാണ് ഇപ്പൊ ഇതിൽ നിങ്ങള് ഈ ഒരു ഇതില് നിങ്ങൾ പറയുന്നത്. വേദഗ്രന്ഥത്തിൽ ഒന്നാമതായി അവതരിച്ച വേദഗ്രന്ഥം വായിക്കുവാൻ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ പേനയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഓർക്കുമ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക്.
മനുഷ്യന് അറിവ് സമ്പാദിക്കാൻ മാർഗങ്ങൾ പലതും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ മുഖ്യമായ ഒന്നത്രേ എഴുത്തും വായനയും. ബേസിക്, യെസ്. ശീലിക്കുവാനുള്ള ഉപകരണമാവുന്ന പേന. വേദഗ്രന്ഥത്തിൽ ഒന്നാമതായി അവതരിച്ച ദിവ്യ സന്ദേശത്തിൽ വേദഗ്രന്ഥം വായിക്കുവാൻ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ പേനയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ചെറുവാക്യത്തിൽ പേനയുടെ പ്രാധാന്യം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: പേന അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. അതില്ലായിരുന്നു എങ്കിൽ ഒരു മതവും നിലനിൽക്കലും ആ ഒരു രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങള് ഈ പറഞ്ഞ വിഷയത്തില് ആദ്യമായിട്ട് പറയാനുള്ളതേ, നമുക്ക് ഈ എഴുത്ത് വായന എന്നുള്ള നിങ്ങള് പിന്നെ എന്താണ് CH മുസ്തഫ മൗലവിയുടെ ഏതോ ഒരു ക്ലാസ് കേട്ടുക്കണു അല്ലേ? ഇല്ലല്ല, ഞാൻ എല്ലാരെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അത് കാരണം എനിക്ക് മനസ്സിലായി. അതല്ല, ഞാനിപ്പം ഒരു എന്താ പറയാ, ഞാനിപ്പം ജീവിച്ചത് ഒരു EK വിഭാഗത്തിന്റെ ഇതിലാണ് ജനിച്ചതും ജീവിച്ചതും വളർന്നതും. ഞാൻ എന്റെ മക്കളെ തന്നെയാണ് പഠിച്ചത്. 16 വർഷം ഞാൻ സൗദി അറേബ്യ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ശേഷം പിറகு നിർത്തിയിട്ട് 10 വർഷത്തോളമായി. അപ്പം കുട്ടികളൊക്കെ വലുതായി വന്നപ്പം കുറച്ച് കുട്ടികൾ കൂടിയും വേണമല്ലോ എന്നുള്ളവർക്ക് അപ്പോ പോകുന്നതാണ്. അപ്പൊ വന്നിട്ട് അൽഹംദുലില്ലാ നാട്ടിൽ വാതിൽ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോ എന്താ ഞാൻ പറഞ്ഞോണ്ടോ, അപ്പൊ ഞാൻ എല്ലാരെയും കേൾക്കുന്നുണ്ട്, എല്ലാരും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ കോമൺ ആയി സംസാരിക്കുന്ന ആളെ കിട്ടിയിട്ട് സംസാരിക്കണം, നമുക്ക് ഡീൽ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കോമണല്ല. നിങ്ങൾ കോമൺ അല്ല. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. എന്നിട്ട് നമ്മളെവിടെ എത്തി? പേന എന്നുള്ളൊരു സംഭവമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങള് പ്രവാചകന്റെ നിസ്കാരത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി വരുമ്പോ എന്താണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനല്ലേ, പ്രവാചകന് ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോന്ന് അവതരിക്കുന്നത്. ആദ്യം പറയുന്നത് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ വായിക്കാൻ തന്നെയാണ് പിന്നെ കൽപ്പിക്കുന്നത്. വീണ്ടും വായിക്കാൻ അറിയില്ല, വീണ്ടും വീണ്ടും അതിന്റെ ബേസിക് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. കാരണം നമുക്ക് ഏതെങ്കിലും വായിക്കണമെങ്കിൽ ആദ്യം എഴുതണല്ലോ. വായിക്കുക, അതെ, ഈ ഓതുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ള ഒരു വായിക്കുക പാരായണം ചെയ്യുക ഇനി ഓതാണെങ്കിലും വായിക്കുകയാണെങ്കിലും ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ എന്താ പറയുക, പാരായണം ചെയ്യുകയാണെങ്കിൽ പോലും ആദ്യം അവിടെ എന്തെങ്കിലും എഴുതിയതോ വായിച്ചതോ പരട്ടിയതോ പ്രിന്റ് ചെയ്തോ വേണല്ലോ. വേണ്ടല്ലോ, മനുഷ്യല്ല വേണ്ടല്ലോ. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിന് വഹിയ്യ് എന്നും നുബുവത്ത് എന്നും ഒക്കെ പറയപ്പെടുന്നത്. അതാണല്ലോ പ്രവാചകൻ അന്നേ കാലത്ത് ഉണ്ടായിരുന്ന ആ മനുഷ്യരിൽ നിന്നെല്ലാം വിഭിന്നനായിട്ട് ദിവ്യ സന്ദേശമാണ്. ദിവ്യ സന്ദേശം അതെങ്ങനെയാണെന്നുള്ളത് നമ്മള് ഇവിടെ ഇരുന്ന് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ദിവ്യ സന്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്ദേശമാണത്. അത് പ്രവാചകന്റെ ഹൃദയത്തിലേക്കാണ് ലഭിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമ്മളെ സാഹിബേ, ഇതൊക്കെ നമ്മളുടെ ബുദ്ധിക്ക് ബുദ്ധി ഇല്ലാതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മള് ബുദ്ധി അധികരിച്ചിട്ട് നമ്മൾ ഇതുണ്ട് വ്യാഖ്യാനിച്ചു കൊണ്ട് പോവുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ബഷീർ സാഹിബേ, പ്രവാചകൻ നിസ്കരിച്ച ആ ഒരു നിസ്കാരം ഉണ്ടല്ലോ, അത് അള്ളാഹു അറിയിച്ചു കൊടുത്തതിനനുസരിച്ചാണ് നിസ്കാരം വരുന്നത് എന്ന് പറഞ്ഞു. ഈ നിസ്കാരം വരുന്നത് വരെ പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും 10 വർഷത്തിലേറെ ആയിക്കൊണ്ട് അനുഷ്ഠിച്ചിരുന്നൊരു ഇബാദത്തുണ്ട്. അത് മനുഷ്യ സമൂഹം അതെന്താണെന്ന് മനസ്സിലാക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നതിലാണ് എന്താ പറയാ അവര് ഇന്ന് പരാജയപ്പെട്ടിട്ടുള്ളത്. അതായത് ഇസ്ലാമിലെ ആദ്യത്തെ ഒരു ആരാധനാകർമ്മമായ നിസ്കാരം വരുന്നത് 10 വർഷത്തിന് ശേഷമാണ്. 40-50-ലാണോ? ഇസ്രാ മിഅ്റാജ് പോകുന്നത് കറക്റ്റ് വർഷം നോക്കിയിട്ട് പറഞ്ഞുതരാം. ഏതായാലും ഇസ്രാ മിഅ്റാജ് പോയതിനു ശേഷമാണ് നിസ്കാരം കിട്ടുന്നത്. അതിന് ശേഷം പ്രവാചകൻ ഈ അനുയായികളെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അത് പറയുന്നത് വരെ ഖബർ സിയാറത്ത് പോലും നിഷിദ്ധമാക്കിക്കൊണ്ട് പ്രവാചകൻ ഈ സമൂഹത്തിന് നൽകിയ ആരാധന എന്താണ്, നൽകിയ വിദ്യാഭ്യാസം എന്താണ് എന്നുള്ളത് ആരും പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അവിടെയാണിത് പരാജയപ്പെട്ടു പോകുന്നത്. അതെന്താണ്? അങ്ങനെ ഒരു ഇബാദത്തുണ്ട്. അതാണ് യഥാർത്ഥ ഇബാദത്ത്. അതായത് ഇബാദാത്തുകളായിട്ടുള്ള റിസാലത്തില് നമുക്ക് ലഭിച്ച ഇബാദാത്തുകളിൽ ഒന്നാമത് നിസ്കാരം, പിന്നെയാണ് ബാക്കിയുള്ള എല്ലാം വരുന്നത്.
നോമ്പാണെങ്കിലും ഈ ഇസ്ലാം മതത്തിൽ പ്രവാചകൻ കൊണ്ടുവന്നെന്ന് പറയുന്നത് പ്രത്യേക വിഭാഗത്തെ നിസ്കാരം മാത്രമേ ഉള്ളല്ലോ. കാരണം ഷഹാദത്തുകളും എല്ലാ ഉം, പിന്നെ പിന്നെ എല്ലാ അമ്പിയാക്കളും എല്ലാ നബിമാരും പറഞ്ഞ കാര്യമാണല്ലോ. നിസ്കാരം മുസനബിയുടെ മില്ലത്തിൽ നിസ്കാരം ഉണ്ട്. എങ്ങനെയാണ് ആ നിസ്കാരം? ഇതിങ്ങനെ 5 വക്തായിരുന്നു. അതറിയില്ല. ആ നിസ്കാരം നിസ്കരിച്ചിരുന്ന ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാം ചോദിച്ചേ. പിന്നെ അപ്പോ ഹജ്ജിന് ഈ ഇബ്രാഹിം നബിയും കുടുംബമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹജ്ജ്. ഇസ്ലാമത്തെ ഹജ്ജ്. സക്കാത്തിനെ പറ്റി പിന്നെ നോമ്പിനെ പറ്റിയിട്ടും പറഞ്ഞത് നിങ്ങളെ മുൻ തലമുറക്ക് നിർബന്ധമാക്കിയ പോലെ നിങ്ങൾക്ക് നോമ്പും സക്കാത്ത് നിർബന്ധമാക്കിന്നല്ല പറഞ്ഞത്, നിർബന്ധമാക്കിയിട്ട് തന്നെ പറഞ്ഞത്. അതെ. അപ്പൊ ഇസ്ലാം കാര്യത്തിൽ 3 അപ്പൊ പിന്നെ ഷഹാദത്തുകളും എല്ലാരും പറഞ്ഞ കാര്യമാണ്. പിന്നെ അതിൽ സ്പെഷ്യലായി കിടക്കുന്ന വിഭാഗത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട 5 വക്ത നിസ്കാരം എന്നാ അല്ലേ? നിസ്കാരം മുൻകഴിഞ്ഞു പോയ വിഭാഗങ്ങൾക്കും ഉണ്ട്. അത് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം തായിഫ് എന്ന പ്രവാചകന് ഏറ് കിട്ടിയപ്പോ മേൽ ചോര പൊട്ടിപ്പോ ഒരു മുന്തിരിത്തോട്ടത്തിൽ പോയി ഒളിച്ചിരുന്നു. ആ ഒളിച്ച സ്ഥലത്ത് നിന്ന് നിസ്കാര സമയമായപ്പം 3 കോടി നേരത്തായപ്പം പ്രവാചകൻ നിസ്കാരം പ്രാർത്ഥനയും കേട്ടിട്ട് ആ മുന്തിരിന്റെ ഉടമസ്ഥൻ പിന്നെ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് പ്രവാചകൻ സംരക്ഷിക്കാൻ കാരണം എന്നും മറ്റു കുറേശ്ശി കാണിച്ചു കൊടുക്കാണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. നിസ്കാരം ആയിക്കൊള്ളുന്നില്ല. അപ്പം അത്രയും മറ്റൊരാളെ വേദനിപ്പിക്കാതെ, അതായത് ഇവര് ഇത്രയും കാലം തലമുറകളായിട്ട് ജീവിച്ചു പോകുന്ന ആചരിച്ചു പോകുന്ന ദൈവങ്ങളെ എതിർത്തിട്ടും കുറ്റം പറഞ്ഞിട്ടാണ് അവരെ നിശ്ചയിച്ചിട്ടാണ് ഇവരെ ഇന്ന് എറിഞ്ഞതല്ലാണ്ട് അവരെ ശിക്ഷിക്കരുത് എന്ന് മാത്രം. അവർ ജിബരീൽ വന്ന് ചോദിച്ചിട്ട് വേറെ നമ്മൾ 2 മലകൾ ഇടിച്ചിട്ട് ഞാൻ പൊടിയാക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എനിക്കല്ല ഏകയിലാഹിനെ ആരാധിക്കുന്ന സമൂഹത്വമാണ് എനിക്ക് ആവശ്യം എന്ന് അതിൽ നിന്നും പ്രതീക്ഷ, അതായത് ഇങ്ങനെയൊക്കെ എതിർത്തിട്ട് പോലും അതിൽ നിന്നും അവിടെ നിന്നും പ്രവാചകൻ സമൂഹത്തെ ഉമ്മത്തിന് പിന്നെ എന്താ പറയാ കിട്ടും തന്നെ പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. അത്ര പോലും അവരെ എതിർക്കാതെ ചെയ്യുമ്പോ അപ്പൊ ഞാൻ ഘട്ടം ഘട്ടമായിട്ടല്ലേ പ്രവാചകന് ഇസ്ലാം മതം വളർത്തിയെടുത്ത്. അപ്പൊ ആദ്യം എഴുത്തിയില്ല അറിയില്ല എന്ന് പറയുന്നത് പ്രവാചകൻ ഖുർആൻ നിശ്ചയിച്ച ഒരാളാവൂലേ? മനസ്സിലായില്ല. അതായത് 48-ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ 5 വക്ത നിസ്കാരം ഉണ്ടെന്നും ലോകാവസാനം വരെയുള്ള ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയ കാര്യമാണ് വിഭാഗത്തിൽ നിന്ന് ശ്രേഷ്ഠമാക്കപ്പെട്ടത് അതാണെന്നും അത് പ്രവാചകൻ പറയുക എന്നുള്ളത് പ്രവാചകന് ലഭിക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അതിനാണ് നമ്മൾ ലോകാവസാനം വരെ സക്കാത്ത എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. അത് പിന്നീട് അള്ളാഹു അറിയിച്ചതാണ്. പ്രവാചകൻ പറയുന്നത് അതുവരെയും നിസ്കാരം ഇല്ല. ഇസ്ലാമിലെ നിസ്കാരം ഈ ഇത്രയും വർഷങ്ങളിൽ കഴിഞ്ഞാണ് വരുന്നത്. അത് ഇസ്രാ മിഅ്റാജിന്റെ ആ ഒരു നിർണയിക്കപ്പെട്ടത് കിതാബം മൗഖൂത്താണെന്നുണ്ടല്ലോ, സമയം നിർണിതമാണ് എന്ന്. അതിന് മുമ്പ് രാവിലെ 2 റക്അത്തും വൈകുന്നേരം റക്അത്താണെന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ നിസ്കാരം ഇസ്ലാമിലില്ല. ഇല്ല, ഇസ്ലാമിലില്ല. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നത് 48 പ്രവാചകന് ഘട്ടം ഘട്ടമായി കിട്ടിയപ്പോ അത് സമൂഹത്തിന് പരിവർത്തിച്ച് ബഹുമം മാറ്റിയെടുത്തപ്പോ അപ്പം ആദ്യം തന്നെ കിട്ടിയത് എഴുത്തറിഞ്ഞൂടാത്ത പ്രവാചകനോട് വായിക്കാനല്ലേ? അല്ല, എഴുത്തുമാനായിട്ട് പ്രവാചകൻ വായിക്കാൻ തന്നെയല്ലേ? അപ്പൊ പ്രവാചകൻ വായിച്ചിട്ടുണ്ടാവൂലേ? അതാണല്ലോ പരിശുദ്ധ ഖുർആനിന്റെ വായന വേറെയാണ് പാരായണം വേറെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അത് മറിച്ചിട്ടാണ്. ഞാൻ പറയുന്നു, എന്റെ വല്യമ്മക്ക് എഴുത്തും വായന അറിയില്ലായിരുന്നു, പക്ഷെ എന്റെ വല്യമ്മ നിസ്കരിക്കുമായിരുന്നു, ഫാത്തിഹ സൂറത്തുകൾ ഓതുമായിരുന്നു. അത് വായന എന്ന് പറയാൻ കഴിയില്ല. പാരായണം വേറെ വായന വേറെ റീഡിങ് വേറെ എന്നുള്ളത് പറഞ്ഞത് അതുകൊണ്ടാണ്. പ്രവാചകൻ എവിടെയെങ്കിലും നോക്കിയല്ല അത് പാരായണം ചെയ്തത്. അത് ദിവ്യ സന്ദേശമായിട്ട് ലഭിച്ചത് പ്രവാചകൻ പാരായണം ചെയ്തു എന്നാണ്. നിങ്ങൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാക്കണം. അതായത് പ്രവാചകൻ പ്രവാചകൻ ഒരു നിരക്ഷരനാണ് എന്ന് പറയുന്നത് വലിയൊരു കുറച്ചിലായിട്ട് പല ആളുകളും കാണാറുണ്ട്. എന്നാൽ പ്രവാചകൻ നിരക്ഷരനാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ ദൈവീകത എത്രത്തോളം ഉയർത്തുന്നു എന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കണം. അതിനാ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് തൗറാത്തിൽ പറയുന്ന കാര്യങ്ങൾ നിരവധിയുണ്ട് പരിശുദ്ധ ഖുർആനില്. അപ്പൊ തൗറാത്ത് വായിച്ചിട്ട് പ്രവാചകന് ഇത് എഴുതിപ്പിച്ചതാണെന്ന് പറയും. എഴുത്തും വായനയും അറിയുന്ന ഒരാളാണെങ്കിൽ പിന്നെ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചതിനെ എല്ലാവരും പറഞ്ഞ് കളിയാക്കുമ്പോൾ തന്നെ അതിനേക്കാണ് പ്രായം കുറഞ്ഞ ഹഫ്സദിനെ, ഉമർ ഖത്താബിന്റെ മകളെ ഹഫ്സനെ റസൂൽ കല്യാണം കഴിച്ചിരിക്കുന്നത് ആയിഷ ബീവിനെ കാണാം.
ഈ ഒരു ഇതൊന്നും സത്യത്തില് കളിയാക്കലുകളല്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ല, ആ ഞാൻ ഒരു കളിയാക്കിയല്ല, അല്ലേ ഞാൻ കളിയാക്കിയതല്ല. അല്ലേ ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഇങ്ങനെ ഒരു വിവാഹപ്രായ നിർണയം നടത്തിയിട്ടില്ല. ഇങ്ങനെ അന്ന് ഇപ്പൊ ഉള്ള പോലെ. ഇപ്പോഴുള്ള പോലെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് 18 വയസ്സ് എന്നുള്ളൊരു സംവിധാനം ഇസ്ലാം കൊടുക്കുന്നൊന്നും അല്ലല്ലോ. പ്രവാചകൻ അന്ന് കെട്ടിയില്ലേ, ഇന്നെന്താ നിങ്ങൾ 18 കെട്ടുന്നത്? ഇത് ഇന്ത്യ മഹാരാജ്യത്തുള്ളതാണ്. അത് ഓരോ രാഷ്ട്രത്തിനും ഓരോ വിവാഹപ്രായമാണ്. ഇപ്പൊ പാകിസ്ഥാനിൽ 16 വയസ്സാണ് തോന്നുന്നുണ്ട്. സൗദി 15. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ അത് പ്രവാചകൻ അന്ന് ആ പ്രായത്തിൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാല് അന്നത്തെ കാലഘട്ടമാണത്. ഇന്ന് കാലം മാറി. അതിനുശേഷം ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ബുക്ക് തിരുത്താൻ പറ്റുമോ? ബുക്ക് തിരുത്താൻ പ്രവാചകൻ നമ്മുടെ അടുത്ത് 8 വയസ്സിലും 6 വയസ്സിലും വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഒരു മിനിമം എത്രയാണ്, എപ്പോഴാണ് കല്യാണം കഴിക്കാൻ കൂടാൻ നമ്മൾ കല്യാണം ഉദ്ദേശിക്കുന്നത്? കഴിക്കാനുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോ ഇന്ത്യയിലെ നിയമം അതെന്താണോ ഞാൻ ചോദിച്ചതില്ല. ചോദിച്ചു തന്നെ. അത് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നത്. നമ്മൾക്ക് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഏതാണോ പ്രായം അതേ എടുക്കാൻ പറ്റുള്ളൂ. അതിനെ കുറ്റം പറയാൻ കഴിയില്ല. അല്ല, ഒരു മുസ്ലിം സമൂഹ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോ ഇല്ലേ നമുക്ക് എത്ര പ്രായമാണ് നമുക്ക് ആഹ്വാനം ചെയ്യുന്നത്? വിവാഹം എന്നുള്ളത് ഒരു സിവിൽ കരാറാണ്. മനുഷ്യൻ മുസ്ലിം ആയ ഒരാള് വിവാഹിത ആവുക എന്നുള്ള അങ്ങനെ ഒരു ഇതല്ല, ഒരു സിവിൽ കരാറാണ്. ആ സിവിൽ കരാറ് നമ്മുടെ രാജ്യത്ത് എന്താണോ പറയുന്നത് ആ ഒരു പ്രായത്തിൽ കഴിക്കുക, അത്രേ ഉള്ളൂ. അതിലപ്പുറത്തേക്കൊന്നുമില്ല. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളെ പ്രവാചകൻ 9 വയസ്സിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും കഴിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങള് ഇവിടുന്ന് വിട്ടോന്നേ പറയുള്ളൂ. അതല്ല ഞാൻ ചോദിക്കും. അതൊക്കെ നമ്മള് അതുപോലെ മാറും. വേറെ കാര്യം ഞാൻ ചോദിച്ചങ്ങനല്ല. ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രായം സ്ത്രീക്കോ അല്ലെങ്കിൽ പുരുഷന് അവരെ എണ്ണനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രായം ഇസ്ലാമില് പ്രത്യേകിച്ച് നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഇസ്ലാം ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ? പിന്നെ ഞാൻ ഈ സൗദി അറേബ്യയുടെ സമയത്തായാലും അവിടെ മിനിമം 15 വയസ്സാവണം. 15 വയസ്സിൽ കൂടുതൽ. നമ്മളിവിടെ 18 ആക്കിയ പോലെ അവിടെ 15 വയസ്സിന് ഒരു പ്രഖ്യാപനം വന്നിരുന്നു. സാഹിബേ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ കുറെ സംസാരിച്ച് പോകേണ്ടതില്ല. ഇത് കുറച്ച് കാലം മുമ്പേ ഗാന്ധിജിയുടെ കാലത്ത് പോലും ഇങ്ങനെയാണെന്ന്. നമ്മൾ എന്തിനാ ഈ റസൂലുള്ളാന്റെ കാലത്തേക്ക് പോകുന്നത്? ഗാന്ധിജിയുടെ കാലത്തേക്ക് പോകുക. കസ്തൂർബനെ 13 വയസ്സുള്ള ഗാന്ധിജി കല്യാണം കഴിച്ച് 12 വയസ്സിലോ മറ്റോ 9 വയസ്സിലോ മറ്റോ ആണ്. അല്ല അതെന്താ നിങ്ങള് വളരെ സിമ്പിൾ ആയിട്ടാണ് തള്ളിക്കളയുന്നത്? അത് കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതാണ്. മനുഷ്യൻ സാമൂഹികമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിവർഗാണ് അല്ലേ? ആ സാമൂഹികമായിട്ട് വരുമ്പോ സാമൂഹികമായിട്ടുള്ള കുറച്ച് നീതി വ്യവസ്ഥകൾ ഉണ്ടാവും. ഒരു സെക്കൻഡ് ഒന്ന് കട്ട് ചെയ്യും. 2 കസ്റ്റമർ. ഹലോ, കട്ട് ചെയ്യും. ശരി. ഹലോ. ശരി.